പലവട്ടം കണ്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ അനിയത്തിയുടെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഹാംബർഗിലേക്ക്. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം അജയ് ഈസ് ഗോണ സീ ഹാംബർഗ്. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ്, എന്നെക്കാളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഒരാളിവിടെ ഇരിക്കുന്നത്. സോ ഞങ്ങൾ ഇന്ന് രാവിലെ കാലത്ത് ഇറങ്ങുന്ന മുതൽ കുറച്ച് ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ പോയി കണ്ടിട്ട് വരും. രസം കോമഡി അതുകൊണ്ടാണ്. വി ആർ സൂപ്പർ ലേറ്റ്. ഞങ്ങൾ എന്നത്തെയും പോലെ ലേറ്റ് ആയിട്ട്, നോട്ട് ലേറ്റ്, ഞങ്ങളുടെ ജസ്റ്റ് വി ഹാവ് അറൗണ്ട് 30-35 minutes ടു ക്യാച്ച് ദ ട്രെയിൻ, വിച്ച് ഇസ് മോർ ദാൻ ഇനഫ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തി ഒരു സാധനം കൂടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൊണ്ടുവരാൻ അത്ര ടൈം ഉണ്ടോ എന്നാണ് സംശയം. ഇവിടെ പോയി നോക്കാൻ കറിവേപ്പിലും. ഞങ്ങളങ്ങനെ ഓടിപ്പിടിച്ച് ഞങ്ങൾ ട്രെയിൻ പിടിച്ചു. ഓടിപ്പിടിച്ചില്ല, പക്ഷെ ചെറുതായി ഒന്ന് ഓടിയതിൻ്റെ പണിയാണ് ഈ മുഖത്ത് കാണുന്നത്. എനിക്ക് എപ്പോൾ ടെൻഷൻ അടിച്ചാലും എനിക്ക് ഒരു അലർജിക് റിയാക്ഷൻ എൻ്റെ ബോഡിയിൽ വരും. അതാണ് ഇപ്പോൾ എൻ്റെ കണ്ണിൻ്റെ താഴെ ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നതായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇവിടെ കയ്യിലൊക്കെ തുടങ്ങും. ഇപ്പം ഞാനൊന്ന് കാമാക്കുകയാണ് എന്നെ സ്വയം ആവാതിരിക്കാൻ. സോ ട്രെയിൻ കിട്ടിയപ്പോൾ എനിക്ക് ടെൻഷനൊക്കെ സെറ്റായി. ഞാനിപ്പോൾ കൂൾ ഡൗൺ ഫേസിലാണ്. എങ്ങനെയുണ്ടടാ നമ്മുടെ ഓടിപ്പെടുത്താം ഒരു കറിവേപ്പിലേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ടെൻഷൻ അടിച്ചതറിയോ. ആദ്യം പോയ കടയിൽ ഒരു മരത്തിൻ്റെ അത്രയും വലിപ്പമുള്ള കറിവേപ്പില. അപ്പോൾ അതെന്തായാലും ഞങ്ങൾക്ക് ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ കടയിൽ പോയി. അങ്ങനെ ആ കടയിൽ പോയി തിരിച്ച് ഓടി വരുന്ന വഴിക്കാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ബോഡി റിയാക്ഷൻ. പക്ഷെ താങ്ക്ഫുള്ളി ഞങ്ങൾ ട്രെയിൻ പിടിച്ചിരിക്കും. ആർക്കാ ക്രെഡിറ്റ് പറ? എനിക്ക്. ഞാനിപ്പോൾ ഇങ്ങനെ പിടിച്ചോണ്ടല്ലേ നമ്മൾ നേരത്തെ. അല്ലെങ്കിൽ ഞങ്ങൾ ഓൺ ടൈം ആയിരുന്നു. നീ നേരത്തെ ഇറങ്ങിയതിൽ ഒരു പ്രശ്നമല്ല, പക്ഷേ നീ ഒരുപാട് ടെൻഷൻ എടുക്കുന്നുണ്ട്. ലൈക്ക് എപ്പോൾ എത്തും എന്നൊരു വിശ്വാസത്തോടെ നമ്മൾ കുറച്ച് നേരത്തെ പണികളൊന്ന് ഫാസ്റ്റായിട്ട് ചെയ്താൽ മതി. എത്തത്തില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് അതാണ് നിൻ്റെ നെഗറ്റീവ് തിങ്കിങ് ആണ് നിനക്ക് കെമിക്കൽ റിയാക്ഷൻ ആവുന്നത് ബോഡിയിൽ. എന്തായാലും ആവട്ടെ, ട്രെയിൻ കിട്ടിയല്ലോ, അത് മതി. നമുക്ക് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോവാം. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളും കണ്ടുകൊണ്ട് കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ട്, ആൻഡ് ഹി വാസ് ലൈക്ക് ലുക്കിംഗ് ഔട്ട്സൈഡ് ലൈക്ക് എ കിഡ്. നമ്മൾ കുട്ടികൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കില്ലേ, അങ്ങനെയായിരുന്നു അവൻ. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ച് പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ വിശക്കാൻ തുടങ്ങി. സോ വി വർ വെൽ പ്രിപ്പയർഡ് ആൻഡ് ഞങ്ങൾ സാൻഡ്വിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സാൻഡ്വിച്ചൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മീൻ വൈൽ ഹി വാസ് ഓൾസോ ഷൂട്ടിംഗ് വീഡിയോസ് ഫോർ മീ. കാരണം അവൻ നാട്ടിൽ നിന്ന് വരുമ്പോഴേ ഹി വാസ് വെരി എക്സൈറ്റഡ് അബൌട്ട് ഷൂട്ടിംഗ് വ്ളോഗ് ഫോർ മീ. കാരണം എൻ്റെ വ്ളോഗിൽ ഞാൻ വളരെ കുറവും ബാക്കി എല്ലാവരെയും ഷൂട്ട് ചെയ്യലാണ് എൻ്റെ ഒരു പരിപാടി. സോ ദാറ്റ്സ് വൈ ഹി വാണ്ടഡ് ടു ഇൻവോൾവ് മീ മോർ ഇൻ മൈ വ്ളോഗ്സ്. സോ ഹി വാസ് ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ്. ഹാംബർഗ് കണ്ടിട്ട് എങ്ങനെ തോന്നി? ഹാംബർഗ് HBF അല്ല, സ്റ്റേഷൻ കണ്ടിട്ട് എന്ത് തോന്നി? ഫസ്റ്റ് ക്ലിപ്സ് എന്ത് മനസ്സിലായി? ഓക്കെ, ഇനി നമ്മള് മോനുട്ടന്റെ വീട് എവിടെയാ? ആ സ്ഥലത്തിന്റെ പേര് പറ, പഠിപ്പിച്ചു തന്നില്ലേ ഞാനിപ്പോ. ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഞങ്ങളിവിടെ ബസ് ഇനി ഫൈനലി ഒരു ബസ്സും കൂടി എടുത്ത് ഒരു 2-3-4 സ്റ്റോപ്പ് എന്തോ ഉള്ളൂ ഈ ബോൺമ്യൂളൻ വെഗിൽ ഇറങ്ങാൻ. സോ എത്തി. ഇറ്റ്സ് എ ലോങ് ജേർണി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇറ്റ്സ് എ ലോങ് ജേർണി. ഇറ്റ് ഈസ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവളുടെ റെസിഡൻഷ്യൽ ഏരിയയിലെത്തി. ആൻഡ് കുറച്ചും കൂടി നടക്കാൻ കൂടി ഉള്ളൂ. അപ്പോൾ അതേ നോക്കുമ്പോൾ ഒരാൾ വിശന്ന് പൊരിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഉച്ച ഒരു 3 മണിയൊക്കെ ആയി അവിടെ എത്തിയപ്പം. കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും ഇനി. സോ വന്ന പാടെ തന്നെ അവൾ ആദ്യം അവനെ കൊണ്ടുപോയിട്ട് അവളുടെ ബാക്ക് യാർഡ് കാണിക്കാനാണ് പോയത്.
പിന്നെ ഞങ്ങളുടെ വീഡിയോസിലൊക്കെ ആദ്യമേ അവനത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടായിരുന്നു അവളുടെ സ്ഥലം കാണാൻ വരുമ്പോൾ. അത് ഹെഡായിരിക്കും ഇവന്റെ മൂക്കില് കാലകാലത്തെ ബ്ലഡ്. അങ്ങനെ കുറച്ച് സ്കിൻ കെയർ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞ് കുറേ വിശേഷങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി. അവൾക്ക് കുറച്ച് നല്ല രീതിക്ക് ഗ്രോസറീസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് പോയി. സോ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഈ പീഫാനിൻ്റെ കുപ്പികളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ബില്ലും കൊണ്ട് ഞങ്ങൾ കൗഫ്ലാൻഡിൽ നിന്ന് അത്യാവശ്യം പർച്ചേസ് ചെയ്ത് പിസ്സയൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് നന്നായി ലാവിഷായി ഫുഡൊക്കെ അടിച്ചു. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ട്രാവൽ ചെയ്ത് വന്ന് തന്നെയാണ് ഈ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോയതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ടയർഡ്നെസ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ബെഡ് കണ്ടാൽ മതി എന്നായി. പിന്നെ ഫുഡും കൂടി കഴിച്ച് കഴിഞ്ഞപ്പോൾ പറയേണ്ട ആവശ്യമില്ല, ഞാൻ ബെഡ് കണ്ടതും ഡിം. സോ അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ടാറ്റ ബൈ ബൈ, സീ യു നെക്സ്റ്റ് ഡേ. കോൾഡ് പിടിച്ചടാ, കോൾഡ്. എന്തൊക്കെ തെറ്റുന്നത്? വിശക്കണ്ട? അയ്യോ വിശക്കുന്നുണ്ടോന്നാ? ആദ്യമായിട്ടുള്ളതൊന്ന് പുറത്തേക്കല്ലോ അൺലോഡ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് കേറ്റാം. ഹലോ, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ആൻഡ് വി വോക്ക് അപ്പ് ലിറ്റിൽ ലേറ്റ്. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് എണീറ്റു. അപ്പം ഇന്ന് ബ്രഞ്ച് അങ്ങോട്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരാൾ കിച്ചണിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ ബഹളവും കാരണം ഞാൻ ഡോർ അടച്ചു വെച്ചത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ റൂമിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് അടുക്കളയിൽ പോകാമെന്ന്. സോ കം ഓൺ, ലെറ്റ്സ് ഗോ ആൻഡ് സീ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ കിച്ചൺ. അങ്ങനെ പാട്ടും മേളവും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചു ആ ഒരു ലെമൺ ചിക്കൻ റൈസ്. ആ കഴിച്ച മത്തിൽ ഒരാൾ ചെറുതായി മയങ്ങി. ഞങ്ങളും ഒന്ന് റെസ്റ്റ് എടുത്തു. എന്നിട്ട് ഞങ്ങൾക്ക് ക്രിസ്മസ് മാർക്കറ്റിന് പോകാൻ റെഡി ആവണമായിരുന്നു. ഹാംബർഗിലെ ക്രിസ്മസ് മാർക്കറ്റാണ് ഈ വട്ടത്തെ ട്രിപ്പിൻ്റെ ഹൈലൈറ്റ്. ഞങ്ങൾ ഹാംബർഗിലെ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വന്നിരിക്കുകയാണ്. സോ ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ കഴിഞ്ഞ വർഷം ഹാംബർഗിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ക്രിസ്മസ് മാർക്കറ്റ് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. സോ ദിസ് ടൈം യെസ്, ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല മഴ ഇല്ലെങ്കിൽ നന്നായി മഴ ചാറുണ്ട്. സോ അതുകൊണ്ടാണ് തലയിൽ കൂടെയൊക്കെ ജാക്കറ്റിൻ്റെ ഇതിട്ടിട്ടുള്ളത്.
അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ക്രിസ്മസ് മാർക്കറ്റിലോട്ട് വരുന്നതാണ് കാണുന്നത്. അവിടെ ഈ ഹ്യൂജ് ജൈൻറ്റ് വീലും ഒരുപാട് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ റൈഡിൽ കയറി. അതിൽ കയറിയിട്ട് ഞങ്ങളുടെ സ്ക്രൂ എല്ലാം ഇളകിപ്പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു നല്ല ചൂട് ഗ്ലൂ വൈനൊക്കെ കുടിച്ച് ഞങ്ങൾ മെല്ലെ വീട്ടിലോട്ട് വരിക ചെയ്തത്. അങ്ങനെ അന്നത്തെ ഒരു നീണ്ട ക്രിസ്മസ് മാർക്കറ്റ് എക്സ്പ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡായിട്ട് ഞങ്ങൾ രാത്രി 1 മണി എന്തോ ആയി വീട്ടിലെത്തിയപ്പോൾ. 1 മണി 2 മണി എന്തോ ആയി. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ കയറി കിടന്നുറങ്ങി. പിന്നെ അടുത്ത ദിവസങ്ങൾ പ്രത്യേകിച്ച് വലിയ ആക്ടിവിറ്റീസൊന്നും ഞങ്ങൾ ചെയ്തില്ല. ഞങ്ങൾ മെയിൻ ആക്ടിവിറ്റി വാസ് കുക്കിംഗ്. ഞങ്ങൾ നല്ല ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചു. നല്ല മട്ടനും നെയ്ച്ചോറും പിന്നെന്താ കുറേ ഈ എന്താ പറയുക ഈ സാധനം മുളക് ബജ്ജിയും മിൻറ്റ് ചട്നിയൊക്കെ ഉണ്ടാക്കി അതും അടിച്ചു. എന്നിട്ട് ഞങ്ങൾ എന്താ പറയുക ഇവിടെ പോയി, ഗുരുദ്വാരയിൽ പോയി. അവിടെ പോയി അവിടുത്തെ വളരെ സിമ്പിൾ ഫുഡ് അതും ഒന്ന് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്, അജയ് കഴിച്ചിട്ടില്ല. സോ അവന് അതും ഒന്ന് കാണിക്കണം, അല്ല അതിൻ്റെ ഒരു രുചിയും അറിയിക്കണം എന്നുണ്ടായി. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ മെല്ലെ ഡെക്കാത്തലോണിൽ പോയി. ജസ്റ്റ് ഞങ്ങൾക്ക് ഒന്നും പർച്ചേസ് ചെയ്യാനുണ്ടായില്ല. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന് കട്ട്ലെറ്റ്സ് ഉണ്ടാക്കി, ബ്രോക്കലി കട്ട്ലെറ്റ്സും പിസ്സയും അത് കഴിച്ചുകൊണ്ട് ഞങ്ങൾ KGF 1 ഒക്കെ കണ്ട് പിന്നെ ഞങ്ങൾ നെക്സ്റ്റ്. സോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിശേഷം. അടുത്ത വ്ളോഗിൽ കാണാം പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട്. സോ see you in my next vlog. Until then, bye bye.